രാഹുൽ മാങ്കൂട്ടം നാളെ പാലക്കാടെത്തും. തന്നെ ജയിപ്പിച്ച ജനങ്ങളുടെ മുന്നിൽ ഏറ്റുപറച്ചിൽ നടത്താനാണോ, മാപ്പ് പറയാനാണോ, അതോ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയാനാണോ? കേരളം മുഴുവൻ കാത്തിരിക്കുകയാണ് രാഹുലിന് എന്താണ് പറയാനുള്ളത് എന്ന്. എന്തായാലും രാഹുലിന് പാലക്കാട് തന്നെ വലിയ രീതിയിലുള്ള പിന്തുണയുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിലേക്ക് പാലക്കാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് എത്തി. മാത്രമല്ല ചില മണ്ഡലത്തിലെ ചില അംഗങ്ങൾ കൂടി എത്തി രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടെത്തുമ്പോൾ സ്വാഭാവികമായും SFIയുടെയും DYFIയുടെയും BJPയുടെയും ഒക്കെ പ്രതിഷേധമുണ്ടാകും. അതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള പ്രതിഷേധമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എന്താ ഇത്രയും വലിയ കഥകളൊക്കെ ഉണ്ടാക്കിയിട്ടും, അല്ലെങ്കിൽ ഇത്രയും വലിയ ആരോപണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടും എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിച്ചില്ല എന്നുള്ള സ്വാഭാവിക ചോദ്യം ഉയരാതിരിക്കാൻ അവർ തീർച്ചയായിട്ടും പ്രതിഷേധവുമായി രംഗത്തെത്തും. ഇവിടെ രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൃത്യമായ കേസുകൾ, എല്ലാത്തിനും ആധാരം തെളിവുകളാണല്ലോ. ഇപ്പോ ജനങ്ങളുടെ മനസ്സിൽ അത്തരത്തിൽ ചില എന്താ പറയാ, ആളുകൾക്കെതിരെ മോശമായ രീതിയിൽ ചില പ്രവർത്തനങ്ങൾ ചെയ്തതിന്റെ പേരിൽ ജനങ്ങൾക്കിടയിൽ ഒരു മോശം ഇമേജ് ഉണ്ട് എങ്കിൽ കടകംപള്ളി സുരേന്ദ്രനും ശശീന്ദ്രനും ഒന്നും ഒരിക്കലും, തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർ വീണ്ടും ജയിച്ചു കയറില്ല. അവരാരും MLA സ്ഥാനത്ത് ഇരിക്കില്ല. അപ്പോ നിരവധി ആരോപണങ്ങൾ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നിരവധി ആരോപണങ്ങളാണ് സ്വപ്ന സുരേഷ് ഉയർത്തി രംഗത്ത് വന്നത്. ആ ആരോപണങ്ങൾ കാരണം ഒരിക്കലും രണ്ടാം പിണറായി സർക്കാർ ഉണ്ടാകില്ല എന്ന് നമ്മളൊക്കെ വിചാരിച്ചെടുത്താണ് രണ്ടാം പിണറായി സർക്കാർ വീണ്ടും വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ആരോപണങ്ങളൊന്നും ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമില്ല. അവർ വ്യക്തികളെ നോക്കിയാണ് ആളുകളെ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാഹുലിന് തീർച്ചയായിട്ടും പാലക്കാട് മികച്ച ഭൂരിപക്ഷമാണ് അദ്ദേഹം MLA ആയി മത്സരിച്ച സമയത്ത് അദ്ദേഹത്തിന് ലഭിച്ചത്. തീർച്ചയായിട്ടും ആ ഭൂരിപക്ഷം അദ്ദേഹത്തോടൊപ്പം അവിടുത്തെ ജനങ്ങളും ഉണ്ടാകും എന്നതിന്റെ ഉറപ്പ് തന്നെയാണ്. ഇപ്പൊ പാലക്കാട് സീറ്റ് കണ്ണുവച്ചുകൊണ്ട് സന്ദീപ് വാര്യർ അടക്കമുള്ളവർ രംഗത്തെത്തുന്നുണ്ട്. ഇപ്പോ ഷാഫി പറമ്പിലിനൊക്കെ തീർച്ചയായിട്ടും ഷാഫിയൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് വഴി വെട്ടി ഇറങ്ങുകയാണ്. പ്രൊട്ടക്ഷന് ജനങ്ങളും ഒപ്പം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒരു MLAയോ ഒരു മന്ത്രിയെയോ തടഞ്ഞ് ഒരുപാട് അനുഭവങ്ങൾ കേരളത്തിനുണ്ട്. ഇപ്പോ പിണറായി വിജയനെ തന്നെ എത്രയോ തവണ കരിങ്കൊടി കാണിച്ച് തടഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല മന്ത്രിമാരെ, വീണ ജോർജിനെ അടക്കം കരിങ്കൊടി കാണിച്ച് തടഞ്ഞിട്ടുണ്ട്. പല മന്ത്രിമാരെയും നമ്മൾ കരിങ്കൊടി കാണിച്ചൊക്കെ തടഞ്ഞിട്ടുണ്ട്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ധൂർത്തിന്റെ അടിസ്ഥാനത്തിൽ, അഴിമതിയുടെ അടിസ്ഥാനത്തിൽ, അങ്ങനെ നിരവധി കേസുകളിൽ. ഈ പെണ്ണ് കേസിന്റെ പേരിൽ ഇപ്പൊ ഉമ്മൻചാണ്ടിക്കെതിരെ വലിയ രീതിയിലുള്ള അപകീർത്തികരമായ കേസുകൾ വന്നു. ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷമാണ് അതിന്റെ സത്യാവസ്ഥ പുറത്തു വരുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ ജനങ്ങൾ പശ്ചാത്തപിക്കുന്നുണ്ടാകും, അന്ന് ആരോപണ വിധേയരായ ഒരാളെ സത്യം മനസ്സിലാക്കാതെ എന്തിനാണ് നമ്മൾ ക്രൂശിച്ചത് എന്നുള്ളത്. ഇവിടെയും അത് തന്നെയാണ് ജനങ്ങളോട് പറയാനുള്ളത്. ഒരുപാട് പേർ വന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടും പറയാതെയും ഒക്കെ ഇവിടെ കുറെ ഗിമിക്കുകൾ കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഗിമിക്കുകൾ ഇപ്പോ ഒരു CPM നേതാവിനെതിരെ ഒരു വ്യാജ വാർത്ത എന്ന അടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത്. അത്തരത്തിൽ വന്നു. വാർത്തയുടെ സത്യാവസ്ഥ എന്തെന്ന് മനസ്സിലാക്കാത്ത ഒരാൾ പൊതുസമൂഹത്തിൽ വന്ന് കൃത്യമായി പറയണം, എന്നെ ഇയാൾ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ട്, എന്റെ സമ്മതമില്ലാതെ എന്നെ ഇയാൾ ശാരീരികമായി എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്നെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്, എന്നെ ഗർഭചിത്രം നടത്തിയിട്ടുണ്ട്. ഇന്ന് വരെ അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരും വന്ന് സമൂഹത്തോട് പറഞ്ഞിട്ടില്ല. ഫോണിന്റെ ഓഡിയോ ക്ലിപ്പുകൾ അല്ലാതെ മറ്റൊന്നും നമ്മൾ ആരും കേട്ടിട്ടുമില്ല എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു വലിയ ജനപിന്തുണയുണ്ട്. അത് കോൺഗ്രസിനുള്ളിൽ തന്നെ ചിലർക്കത് വല്ലാത്ത അസ്വസ്ഥത ഉളവാക്കിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് നേതാക്കളോടൊപ്പം നിന്ന് സംസാരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് ഇടയ്ക്ക് കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു. പാലക്കാട് സീറ്റിൽ വലിയ വിജയമൊക്കെ നേടിയപ്പോൾ രാഹുൽ മാങ്കൂട്ടം വിചാരിച്ചു താൻ തന്നെയാണ് കോൺഗ്രസ്, അതിനപ്പുറം ഒന്നുമില്ല എന്നൊക്കെയുള്ള ഒരു നേരിയ അഹങ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുടർന്നിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പല മുതിർന്ന നേതാക്കളോടും ബഹുമാനക്കുറവ് കാട്ടിയിരുന്നു. പല തലങ്ങളിലും മുതിർന്ന നേതാക്കൾ, കാലാകാലങ്ങളോളം കോൺഗ്രസിൽ നിൽക്കുന്ന നേതാക്കളെ പോലും അവഗണിച്ചുകൊണ്ട് താൻ പറയുന്നതാണ് ശരി, താനാണെല്ലാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വലിയ ഗീർവാണങ്ങൾ അടിച്ച് രംഗത്തുണ്ടായിരുന്നു. അതൊക്കെ ശരിയാണ്. പക്ഷേ പരാതിക്കാരിയായ റിനി തന്നെ പറയുന്നു, പരാതിക്കാരി എന്ന് ഞാൻ പറഞ്ഞത് ആദ്യം ഈ പേര് പറഞ്ഞ റിനി തന്നെ പറയുന്നു, എനിക്ക് പരാതിയില്ല.
റിനി അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല. കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു യുവ നേതാവാണെന്നും ഹൂ കെയേഴ്സ് എന്ന് പറയുന്ന ഒരു നേതാവാണെന്നും മാത്രമാണ് റിനി കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ റിനിയുടെ കയ്യിൽ ഇരിക്കുന്ന തെളിവുകൾ ദുർബലമായതുകൊണ്ട് തന്നെ റിനിയെ മാപ്പ് സാക്ഷിയാക്കാൻ അല്ലെങ്കിൽ റിനിയെ സാക്ഷിയാക്കാനാണ് പോലീസ് അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ശ്രമിക്കുന്നത്. അപ്പോ തീർച്ചയായിട്ടും റിനിയെ സംബന്ധിച്ചിടത്തോളം ആ കേസിൽ റിനിക്കൊന്നും ചെയ്യാനില്ല. ട്രാൻസ്ജെൻഡർ അവന്തിക്ക് കേസുമേ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കളം വിടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഗർഭചിത്രം നടത്തിയവരെ ഒന്നും നമ്മൾ ആരും ഇപ്പോൾ കാണുന്നില്ല. ഇപ്പോൾ അന്വേഷണങ്ങൾ ഏത് വഴിക്കാണോ പോകുന്നത് എന്ന് നമുക്കറിയില്ല. അതിനുശേഷം ഒരുപാട് നേതാക്കളെ ഇപ്പോ കോൺഗ്രസിലുള്ള ഒരു വനിതാ നേതാവ് തന്നെ, യൂത്ത് കോൺഗ്രസിലുള്ള ഒരു നേതാവ് തന്നെ പറഞ്ഞു, ഞങ്ങൾ അനുഭവിക്കുന്ന വേദന അത് നിങ്ങൾക്കറിയില്ല. കാരണം എത്ര ആളുകളുടെ മുന്നിൽ ഞങ്ങൾ തല കുനിഞ്ഞ് നിൽക്കേണ്ടി വരുന്നു. രാഹുൽ എവിടെയെങ്കിലും വന്ന് താൻ ഇതൊന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ തനിക്കൊരു തെറ്റ് പറ്റി എന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് ആത്മാഭിമാനത്തോടെ തലയുയർത്തി നിൽക്കാം. അത്തരത്തിൽ ഒരു നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാകാതിരിക്കുമ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാക്കളാണ് അടക്കം വലിയ അപമാന ഭാരം താങ്ങിക്കൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അത് രാഹുൽ മാങ്കൂട്ടം എന്ന ഒറ്റ വ്യക്തി കാരണമാണ് എന്നാണ് യൂത്ത് കോൺഗ്രസിലെ ഒരു വനിതാ നേതാവ് തന്നെ പറയുന്നത്. തീർച്ചയായും ഒരു നേതൃത്വത്തിൽ ഒരാൾ തെറ്റ് ചെയ്താൽ, അതും ഒരു പെൺ വിഷയത്തിൽ ഒരു ആരോപണം ഉണ്ടായാൽ അത് ആ പാർട്ടിയെ മുഴുവൻ ബാധിക്കുമെന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ ഒരാളെ കടന്നാക്രമിക്കുമ്പോൾ അതിനെ പാർട്ടി കൂടി കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ്. അയാൾ ഈ പാർട്ടിക്ക് വേണ്ടിയാണ് അയാൾ പലരെയും വെല്ലുവിളിച്ചത്. ഡാ വിജയ എന്ന് പിണറായി വിജയനെ അയാൾ ആർജവത്തോടെ വിളിച്ചതുപോലും ഈ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പെണ്ണ് പിടിച്ചത് ശരിയാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല. അയാൾ ഇത്തരത്തിൽ മുതിർന്ന വനിതകളോട് വരെ അശ്ലീലമായി സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ അത് അയാളുടെ ഒരു രോഗാവസ്ഥയാണ്. ഞരമ്പ് രോഗം എന്നാണ് ഇതിനെ പറയുന്നത്. അത് ഇയാൾക്ക് മാത്രമല്ല, പാർട്ടിയിലെ അല്ലെങ്കിൽ സമൂഹത്തിലുള്ള പലർക്കുമുണ്ട് ഇത്തരം ഞരമ്പ് രോഗങ്ങൾ. സ്ത്രീകളെ കാണുമ്പോൾ അശ്ലീല മെസ്സേജ് അയക്കുക, സ്ത്രീകളുടെ ശരീരഭാഗങ്ങളൊന്ന് നോക്കുക, അതിനുശേഷം എന്താ പറയുക, കൂടെ കിടക്കാൻ വരുന്നു എന്ന് ക്ഷണിക്കുക. നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇത് നമ്മൾ നോ പറയാതെ ഒരാൾ നമ്മളെ കൂടെ കിടക്കാൻ വിളിക്കുമ്പോൾ നമ്മൾ അയാളെ എന്ത് പറഞ്ഞാണ് ഉപദേശിച്ച് നന്നാക്കുന്നത്? മോനെ, നീ എന്നെ കൂടെ കിടക്കാൻ വിളിക്കരുത്, അത് പാപമാണ്. അങ്ങനെ വിളിക്കുന്നത് നിന്റെ വീട്ടിലും അമ്മയും പെങ്ങളും ഉണ്ട് എന്ന് നീ മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം നീ മറ്റു പെണ്ണുങ്ങളെ കിടക്കാൻ വിളിക്കുക. ഇങ്ങനെ പറഞ്ഞ് ഉപദേശിച്ച് നന്നാക്കാനെന്നാണോ? ഒരിക്കലും അല്ല. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരുത്തൻ അവന്റെ കിടക്ക് പങ്കിടാൻ നമ്മളെ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്നുകിൽ അവന്റെ കരണം നോക്കി 4 അവന് കൊടുക്കുക, അല്ലെങ്കിൽ കൃത്യമായി അവന് മറുപടി പറഞ്ഞ് അല്ലെങ്കിൽ അത് നിയമപരമായി നേരിടാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ടാവുക. ഇത് രണ്ടുമാണ് ചെയ്യേണ്ടത്. സ്ത്രീകൾക്ക് നിയമങ്ങൾ അനുകൂലമെന്ന് പറഞ്ഞുകൊണ്ട് എന്തും ചെയ്യാം, നമുക്ക് എന്തും കാണിക്കാം, അല്ലെങ്കിൽ ആരെക്കുറിച്ച് എന്തും പറയാം എന്നുള്ള തോന്നൽ ഉണ്ടാകരുത്. സുരേഷ് ഗോപിക്കെതിരെ ഇത്തരം ഒരു ആരോപണം വന്നപ്പോൾ കോഴിക്കോട് സുരേഷ് ഗോപി എത്തിയപ്പോൾ BJP-ക്കാർ മാത്രമല്ല അവിടെ തടിച്ചുകൂടിയ ജനങ്ങളുടെ എണ്ണം കണ്ട് ഒരുപക്ഷെ അമ്പരന്ന് പോയി പോലീസുകാർ പോലും എന്നുള്ളതാണ്. അതുകൊണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കാം, കൃത്യമായ തെളിവുകൾ, അതായത് ശക്തമായ തെളിവുകൾ ഉണ്ട് എങ്കിൽ മാത്രം. നാളെ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് എത്തുമ്പോൾ ഒന്നും സംഭവിക്കില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം അത് ഇവിടത്തെ പാർട്ടിക്കാരും പ്രതിഷേധക്കാർക്കും ഒന്ന് തിരിച്ചറിഞ്ഞാൽ നന്നായിരിക്കും. ഒരുപക്ഷെ ഒരുപാട് പേർ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം, ജനങ്ങൾ, പാർട്ടിക്കാരല്ല, ഒരുപാട് ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിൽക്കാനാണ് സാധ്യത.